ഇന്ന് വളരെ യാദൃശ്ചികമായിട്ടൊരു പഴയ ഇൻ്റർവ്യൂ കാണാനിടയായി. പഴയ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു അമൃത ടി വിക്കകത്ത് സിദ്ദിഖും എല്ലാവരും കൂടെ ചേർന്നുള്ള ഇൻ്റർവ്യൂ ആണ്. വളരെ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഉള്ളിൽ തന്നെ പാട്ടുകൾ ട്യൂൺ ചെയ്ത് വരികൾ എഴുതി പാട്ടുകൾ ഉണ്ടാക്കുന്നത് കണ്ടേക്കുന്നത്. പുള്ളിയുടെയൊക്കെ ഒരു വൊക്കാബുലറി എന്തോരമാണ്, എന്താ പറയുക, വാക്കുകളാണ് പുള്ളി തന്നെ ആ നിഘണ്ടുവിനകത്തിരിക്കുന്നത്. മലയാളത്തിൽ തന്നെ ഇത്രയേറെ വാക്കുകളുണ്ടോ, ഇത്ര മനോഹരമായ വാക്കുകളുണ്ടോ, അത് ഇത്ര മനോഹരമായിട്ട് അതിനെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ച് പോകാറുണ്ട്. പക്ഷേ എന്തായാലും ഇവരൊക്കെ ഒരു ലെജൻസ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇവരുടെയൊക്കെ വരികളും പാട്ടുകളുമൊക്കെ എത്ര കേട്ടാലും മതി വരത്തില്ല. അത്തരത്തിലുള്ള പാട്ടുകൾ ഇപ്പോഴത്തെ കാലത്ത് വളരെ വളരെ പാടാണ്. എന്താ പറയുക, ബസ്സിൽ പോയപ്പം പിടിച്ചെന്നും തോണ്ടിയെന്നും മറ്റുമൊക്കെ പറഞ്ഞുള്ള പാട്ടുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ഈ പാട്ടുകളിനേക്കാളൊക്കെ എന്തോരം മനോഹരമാണ് ഇത്തരത്തിലുള്ള പാട്ടുകൾ. നമ്മുടെ മലയാളത്തിൽ ഇത്ര മനോഹരമായ വാക്കുകളുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന പാട്ടുകൾ, അല്ലേ? ഉദാഹരണം സമ്മറൻ മൃദലകമിനകത്തെ ആ സിനിമയ്ക്കകത്ത പാട്ടുകൾ, അങ്ങനെ കുറേ നല്ല നല്ല പാട്ടുകൾ, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഗായകരോ ഗായകരെന്നല്ലോ എഴുത്തുകാരെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടുകൾ എഴുതുന്ന ആരെങ്കിലും പുതിയ തലമുറയിലുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്കിഷ്ടപ്പെട്ട പുതിയ തലമുറ ഗാനരചയിതാക്കളെ നിങ്ങളൊന്ന് കമൻറ്റിൽ പറ. നമുക്ക് വ്യത്യസ്തമായ ആളുകൾ ആരൊക്കെയാണെന്നും ഏതൊക്കെ പാട്ടുകളാണെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കാമല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറയാണ് കേട്ടോ. എറണാകുളത്തിൻ്റെ രാജനഗരി എന്ന് പറയാവുന്ന തൃപ്പൂണിത്തുറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തൃപ്പൂണിത്തുറ നഗരമധ്യത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയായിട്ടാണ് നിങ്ങളെ ഇന്നത്തെ വീട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. 4.25 സെൻറ്റിനകത്തായിട്ട് 1900 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുകളുള്ള അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഒരു വലിയ വീടിനെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൃത്യമായിട്ടും ദൂരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ ജംഗ്ഷൻ അല്ലെ തൃപ്പൂണിത്തുറ ടൗണിലേക്കുള്ള ദൂരം ഏകദേശം 1.3 കിലോമീറ്റർ മാത്രമാണ്. ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക്, അതായത് ഹൈവേയിലേക്കുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ വെറും 850 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ഹൈവേയിലേക്കുള്ള ദൂരം. അതായത് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, തൃപ്പൂണിത്തുറ ടൗണിനുള്ളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ടൗണിനോട് അത്രയ്ക്കും ചേർന്നായിട്ടാണ് ഈ ഒരു വീട് ഉള്ളത് എന്നുള്ള ഒരു കാര്യം. അതായത് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു തൃപ്പൂണിത്തുറ ഏരിയയിലുള്ള വീടുകളുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം 2018 എറണാകുളത്ത് ഈ ഫ്ലഡ് എല്ലാം വന്നതിന് ശേഷം അതിനുശേഷമുള്ളൊരു വലിയൊരു ബൂമിങ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ഫ്ലഡൊന്നും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് ചേക്കേറുകയുണ്ടായി. എറണാകുളത്തിൻ്റെ വടക്കൻ ഭാഗം, അതായത് നമ്മുടെ ഈ കൊച്ചിയുടെ വടക്കൻ ഭാഗത്ത് നിന്നുള്ളത്, ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒരുപാട് ആളുകൾ ഈ തൃപ്പൂണിത്തുറ ഏരിയയിലേക്ക് ചേക്കേറുകയുണ്ടായി. അതിന് മുഖാന്തരം ഇവിടെ ഈ ഒരു ഭാഗത്ത് പ്രൈസ് ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ ഹൈപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലാൻഡ് കിട്ടാനില്ല, പുതിയ വീടുകൾ റെഡി ടു ഓക്കുപൈ ഇത്തരത്തിലുള്ള വീടുകളും ഈ ഒരു ഭാഗങ്ങളിൽ കിട്ടാനില്ല. അപ്പോൾ അവിടെയായിട്ടാണ് ഈ ഒരു വലിയ വീട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ഒന്ന് വിശദമാക്കാം. ഇവിടെ ഈ ഒരു വീട് മാത്രമല്ല, ഇനിയും വേറെ പ്ലോട്ടുകളുണ്ട്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പ്ലോട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല, വേറൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ, അതായത് പുതിയൊരു വീട് സ്വന്തമാക്കാനായിട്ട് പറ്റും. അതിനുള്ള സൊല്യൂഷനും ഈ ഒരു ബിൽഡർ നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. അതായത് ഈ വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് പണിതെടുക്കുവാനും അല്ലെങ്കിൽ പണിത് തരാനായിട്ടും ഈ ഒരു ബിൽഡേഴ്സ് റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടെ പറയാം. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനകത്ത് ആദ്യ വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീടിനെ വിശേഷിപ്പിക്കാം. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ റോഡ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് റോഡ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ റോഡ് തന്നെ ഏകദേശം 6 മീറ്ററോളം വീതിയുള്ള വലിയ റോഡ് നമുക്ക് ഇവിടെ കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇൻ്റർലോക്ക് ബ്രിക്സാണ് വിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു റോഡിൻ്റെ വീതിയാണ്, ആ ഒരു വൈഡനിങ് ആണ്, അല്ല ഇത്രയും വലിയൊരു വീതി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ തോന്നുന്നു. കാരണം സാധാരണ രീതിയിൽ പ്ലോട്ടുകൾക്ക് ഒരു വണ്ടി പോകാനോ അല്ലെങ്കിൽ ഒരു വണ്ടിയും കുറച്ച് സ്പേസും കൂടെ മാത്രമേ പല ബിൽഡേഴ്സ് വിടാറുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല വീതിയായിട്ട് തന്നെ ഈ ഒരു
മെയിൻ ഈ ഒരു പ്രോജക്റ്റിനുള്ളിൽ കയറുന്ന ആ ഒരു എൻട്രൻസിൽ തന്നെ റോഡിന് വീതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സമാനമായ രീതിയിലുള്ള വീതി എന്തായാലും നമുക്ക് ഇതിനുള്ളിലും പ്രതീക്ഷിക്കാം. ഫുള്ള് ഇൻ്റർലോക്കാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി വീടിൻ്റെ ചുറ്റുമതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് വെട്ടുകല്ല്, ലാറ്ററൈറ്റ് സ്റ്റോണും. അപ്പോൾ ആ ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ഡിസൈൻസ് മതിലിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ അതിനകത്ത് കോൺവെക്സ് 2 വേ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ്, മഴയാണ് നമ്മുടെ നാട്ടിൽ. എന്നിരുന്നാൽ കൂടെയും ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനകത്തെല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മതിലിൻ്റെ മുകളിലായിട്ടായാലും LED ലൈറ്റുകളെ നമുക്ക് തൂണുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ ഗേറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ GIയുടെ സ്ക്വയർ ട്യൂബും HPL ഷീറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഗേറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഫോൾഡിങ് കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന തരത്തിലായിട്ടാണ് ഇവർ ഈ ഒരു ഗേറ്റിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. പൂർണ്ണമായിട്ട് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് മാറ്റാൻ പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ ഒരു ഗേറ്റിനെ തുറക്കുവാനായിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസൈനിലേക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് കേട്ടോ. കാരണം ചിലയിടത്ത് കണ്ടംപററി സ്റ്റൈലിൻ്റെ ബോക്സി ഡിസൈൻസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു ഡിസൈൻ, ചരിച്ചുള്ള ആ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. കാർ പോർച്ചിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ, ഇതെല്ലാം ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഫ്യൂഷൻ ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈനെ വിളിക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു ബോക്സി വീടാണ്. അതിലേക്ക് ആ ഒരു ചരിച്ചുള്ള കൊളോണിയൽ ആ ഒരു ഡിസൈൻ വർക്കുകളെ കൊണ്ടുവന്നേക്കുന്നതാണ് അതിനെ ഇത്രത്തോളം മനോഹാരിതയാക്കുന്നത്. ഒപ്പം തന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം, ഗ്രേ കളർ ടെക്സ്ചർ. ഒരു ബോക്സിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബോക്സിനകത്ത് കോൺവെക്സ് ലൈറ്റുകൾ, 2 വേ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗ്രേ ടെക്സ്ചർ വർക്കുകൾ വരുന്നു. പിന്നെ അതേപോലെ തന്നെ നാച്ചുറൽ ക്ലേ ക്ലാഡിങ്സിനെ ഉപയോഗിച്ചിരിക്കുന്ന ബാൽക്കണിയോട് ചേർന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വുഡ്, തടി ഇവിടെ പൂർണ്ണമായിട്ടും തേക്കാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ജനാലകൾക്ക് വരുന്നിരിക്കുന്ന ആ ഒരു തേക്കിൻ്റെ ആ ഒരു കാതലിൻ്റെ ടെക്സ്ചർ നമ്മൾ എടുത്തുകയാണ്. ഇതെല്ലാം ഈ ഒരു വീടിൻ്റെ ടെക്സ്ചറിനെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ്. പിന്നെ ഏറ്റവും മുകളിൽ പാരപ്പറ്റിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വർക്കുകളാണെങ്കിലും, ആ ഒരു A ഷേപ്പിന് താഴെ കൊടുത്തിരിക്കുന്ന ചെറിയ ക്ലാഡിങ് സ്റ്റോണിൻ്റെ ഡിസൈൻ വർക്കുകളാണെങ്കിലും, ഒപ്പം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസുകളുടെ ഡിസൈൻ വർക്കുകളും, സത്യം പറഞ്ഞാൽ ആ ഒരു രണ്ട് ഗ്ലാസ് പോർഷൻ്റെ ഡിസൈൻ വർക്കുകൾ നമ്മളെ ഈ ഒരു വീടിൻ്റെ ഡിസൈനെ കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ഫേസ് പോലെ തന്നെ ഈ ഒരു വശത്ത് നിന്നും ഈ ഒരു വീടിന് ഈ ഒരു ലുക്ക് കിട്ടുന്നു. കാരണം ഈ ഒരു സൈഡിലും ആ ഒരു A ഷേപ്പ്, ഈ ഒരു ക്ലാഡിങ് ഡിസൈൻ വർക്കും ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഒരു ഗ്ലാസ് ഡിസൈൻ വർക്കുകളുമൊക്കെ ഈ ഒരു വശത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ 2 ഫേസിലേക്കും ഈ ഒരു വീട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാം. അപ്പോൾ ഈ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈസ്റ്റ് ഡയറക്ഷനിലേക്കും ആ ഒരു ഫേസിങ് ഉണ്ട് കേട്ടോ ഈ ഒരു വീടിന്. അപ്പോൾ 2 ദിശകളിലേക്കും ഈ ഒരു വീടിന് ഫേസിങ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ലുക്ക് ഇതാണ്, ഫ്രണ്ട് എലിവേഷൻ ഇതാണ്. അപ്പോൾ ഒരു ഫ്യൂഷൻ ഡിസൈൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു വീടിനെ ഇവരിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് വരാം. അപ്പോൾ കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താന്തൂർ സ്റ്റോൺസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇടഭാഗങ്ങളിലായിട്ടെല്ലാം ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുന്നത് നമ്മളുടെ കാർ പോർച്ചിലേക്കാണ്. ഇവിടെയായിട്ടാണ് നമ്മളുടെ കവേർഡായുള്ള കാർ പോർച്ച് വരുന്നത്. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിയ വാഹനം സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ കിണറിൻ്റെ സ്ഥാനം വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് യാതൊരുവിധ തരത്തിലും കിണറുകൾ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ തന്നെയാണ് കിണറിനെ ഈ ഒരു രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ മുകളിലായിട്ട് കിണറിനൊരു മൂടിയൊക്കെ കൊടുത്തിരിക്കുന്നു. വായു സഞ്ചാരം കൃത്യമായും കിട്ടത്തക്ക തരത്തിൽ തന്നെ, വെളിച്ചം കിട്ടത്തക്ക തരത്തിൽ തന്നെയാണ് ആ ഒരു കിണറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇവിടെ KWയുടെ വാട്ടർ കണക്ഷൻ്റെ ടാങ്ക് ഇവിടെയായിട്ടാണ് വരുന്നത്. ഏകദേശം 3000 ലിറ്റർ വരുന്ന വാട്ടർ ടാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു കാർ പോർച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ഷീറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഷീറ്റിൻ്റെ മുകളിൽ ആ ഷീറ്റിന് താഴത്തായിട്ട് ഇവർ ഒരു സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഇവർ ഈ ഒരു ഫ്രെയിം വർക്കുകളും മറ്റു കാര്യങ്ങളും പൂർണ്ണമായിട്ടും ഈ ഒരു കാർ പോർച്ചിൻ്റെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടുക്കളയിലേക്ക് പോകുന്ന ഭാഗമാണിത്, അല്ലെങ്കിൽ അടുക്കള മുറ്റത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വീടും ചുറ്റുമതിലുമായിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ കാർ പോർച്ചിലേക്ക് തീർച്ചയായിട്ടും ആവശ്യമായ കാര്യമാണ് പവർ പോയിൻ്റ് ആവശ്യമാണ്. ഇവിടെയായിട്ട് പവർ പ്ലഗ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങളൊരു ഇലക്ട്രിക് വാഹനമൊക്കെയാണ് നാളെ സ്വന്തമാക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പവർ പ്ലഗ് ആവശ്യമാണ് ഈ ഒരു കാർ പോർച്ചിൻ്റെ ഭാഗത്ത്.
ഭാഗത്തായിട്ട് എന്തായാലും അവരവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം കൂടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അത് വലിയൊരു വാഹനമാണെങ്കിലും സുഖമായിട്ടും നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു സ്പേസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്നോവ സ്കോർപിയോ പോലുള്ള വലിയ വാഹനങ്ങൾ സുഖമായിട്ടും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്തോട് ചേർന്ന് അല്ലെ ഫ്രണ്ട് ലുക്കിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. അതിൻ്റെ കീഴായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഗാർഡൻ സ്പേസിനെയും ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിരിക്കുന്നു. പിന്നെ ഇതാ KW വാട്ടർ കണക്ഷൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇതാ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് KWയുടെ വാട്ടർ കണക്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടും കുറച്ച് ചെടിയൊക്കെ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വീടും ചുറ്റുമതിലുമായിട്ടും ഏകദേശം ഈ ഭാഗത്തുള്ള ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇവർ മെറ്റലാണ് ഇട്ടേക്കുന്നത് ഈ ഒരു ഭാഗത്ത്. അപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് വീടിന് ചുറ്റും സഞ്ചരിക്കാനായിട്ട് പറ്റും. വളരെ എന്താ പറയുക നല്ല സ്പേസ് വീടും ചുറ്റുമതിലുമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മീറ്റർ ബോക്സ് വരുന്നത്. അതായത് കറണ്ട് കണക്ഷനും മറ്റ് കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീറ്റർ കാണാനായിട്ട് പറ്റും. കാരണം ഫുള്ള് കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങളിനി അതിനു വേണ്ടി ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ സാധാരണഗതിയിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KW വാട്ടർ കണക്ഷനൊന്നും എല്ലാ ബിൽഡേഴ്സും ഒന്നും എടുത്ത് വെക്കാറില്ല. അതേപോലെ തന്നെ കറണ്ട് കണക്ഷനൊന്നും കംപ്ലീറ്റ് ആക്കി വെക്കാറില്ല. കാരണം അതെല്ലാം സെയിലായതിനു ശേഷമാണ് പലരും ചെയ്യാൻ ശ്രമിക്കാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഫുള്ള് കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിനി അതിനു വേണ്ടി ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഫുള്ള് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൈ തരുന്നതായിരിക്കും. പിന്നെ ഇവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും 2-way LED ലൈറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വെയിലിൻ്റെ അതികാഠിന്യത്തിൽ നമുക്കത് കാണുന്നില്ല, അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മിൽക്കി വൈറ്റും അതേപോലെ തന്നെ വാം കളർ ടോണിലുള്ള ധാരാളം LED ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷന് ഒരുപാട് മാറ്റുകൂട്ടുന്ന കാര്യം തന്നെയാണ് LED ലൈറ്റ്സിൻ്റെ പ്രാധാന്യം. അതെന്തായാലും ഈ ഒരു വീടിനകത്ത് ഇവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം. നല്ല സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടാണ്. 1-2-3 കസേരകൾ ഇടാനുള്ള ഒരു സ്പേസ് സിറ്റ് ഔട്ടിനുള്ളിലുണ്ട്. ഈ ഒരു സിറ്റ് ഔട്ട് 2 ദിശകളിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഒന്ന് വടക്ക് ദിശയിലേക്കും അതേപോലെ തന്നെ കിഴക്ക് ദിശയിലേക്കുമാണ് സിറ്റ് ഔട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ ചുറ്റുമതിലിൽ നമ്മൾ കണ്ടതാണ് ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ആ ഒരു ഡിസൈൻ. സത്യം പറഞ്ഞാൽ ഒറിജിനൽ ലാറ്ററൈറ്റ് സ്റ്റോൺ ഉള്ളത് ടൈലാണ്. ആ ടൈലിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇവിടെ ഈ ഒരു തൂണിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു എന്താ ആർട്ടിഫിഷ്യൽ ആണ് എന്നുള്ള സാധനം തോന്നിക്കാത്ത തരത്തിലുള്ള ഒരു ഡിസൈനാണ് ആ ഒരു ടൈലുകൾക്ക് വരുന്നത്. ഇനി നമുക്ക് ഫ്ലോറിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കജാരിയുടെ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല വലിയ തിക്നെസ് ഉള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ലെപ്പോത്ര ഡിസൈൻ വരുന്ന ടൈലുകളാണ് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സിറ്റ് ഔട്ടിൽ തന്നെ മറ്റൊരു പ്രത്യേകത, സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ സീലിംഗ് വർക്കാണ്. ആ ഒരു സീലിംഗ് വർക്കിനകത്ത് പ്രൊഫൈൽ ലൈറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഫുള്ളും വാം കളർ ടോണുള്ള ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ തടികളുടെ കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പൂർണ്ണമായിട്ടും തേക്കാണ് ഇവിടെ തടികൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു 60-40 അനുപാതത്തിൽ വശങ്ങളിലേക്കും തുറക്കാവുന്ന തരത്തിലുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് ഇപ്പോഴത്തെ മെയിൻ ഡിസൈനാണ് ഇങ്ങനെയുള്ള സ്ട്രിപ്പുകൾ കൊടുക്കുക എന്നുള്ളത്, അല്ലെ സ്റ്റീൽ സ്ട്രിപ്പുകൾ കൊടുക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നു. നല്ല 2 സ്റ്റീലിൻ്റെ വലിയ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും തേക്കിൻ്റെ ആ ഒരു കാതലിൻ്റെ ഡിസൈൻ വർക്കുകൾ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. മെയിൻ ഡോറ് തുറന്ന് നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നേരെ കയറി വരുന്നതും നമ്മളുടെ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത്. കയറി വരുമ്പോൾ തന്നെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ TV യൂണിറ്റ് ഏരിയ നമ്മുടെ കണ്ണിലുടക്കും. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനെ കൊടുത്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഏരിയയാണ്. പൂർണ്ണമായിട്ടും മൾട്ടിവുഡിലാണ് ഈ ഒരു ഡിസൈൻ വർക്കുകൾ മൊത്തം ചെയ്തിരിക്കുന്നത്. നമുക്ക് മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ടും വളരെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രേ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ഗ്രേയും വൈറ്റും ആ ഒരു വുഡിൻ്റെ ആ ഒരു ഡിസൈനും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഡിസൈൻ വർക്കാണ്. അപ്പോൾ തന്നെ അതിന് ചേരുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഇരുവശങ്ങളിലുമായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്ക്ഡ്രോപ്പ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ട് TV യൂണിറ്റ് ഏരിയ സജ്ജമാക്കിയിരിക്കുന്നു. താഴത്തായിട്ട് നോക്കിയേ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. നോക്കിയേ നല്ല സ്റ്റോറേജ് സ്പേസുകൾ താഴ്വശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ, ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ പ്ലാസ്റ്റിക് ചെടികളാണ്. പക്ഷേ പ്ലാസ്റ്റിക് ചെടികളൊന്നുമല്ല, നല്ല ഒറിജിനൽ ചെടികൾ തന്നെയാണ് കേട്ടോ. അതെന്തായാലും ഈ ഇരുവശങ്ങളിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ വെക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്ലോട്ട്സ് നമുക്ക് കാണാം. പിന്നെ ഇവിടെയായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാല കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജിൻഡലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബുകളാണ്
ഇവിടെ ജനൽ പടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ 2 പാളികളുടെ 2 ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ലിവിങ് ഏരിയയിൽ കിട്ടാൻ പാകത്തിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങളുടെ കോർണറിൽ നമ്മളുടെ സെറ്റ് ഇടാൻ പറ്റും. ഏകദേശം 6 പേർക്കെങ്കിലും ഇരിക്കാൻ പാകത്തിനായിട്ടുള്ള കോർണർ സെറ്റ് ഇവിടെ ഇടാനായിട്ട് പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളുടെ കാര്യം പറഞ്ഞാൽ കജാരിയുടെ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കോഫിയുടെ ഒരു കളർ അല്ലെ ഒരു ക്യാപ്പച്ചിനോ കളർ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വേറെ കളറിൻ്റെ പേരൊക്കെ ഉണ്ടാവും. എനിക്ക് കളറിൻ്റെ പേര് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അറിയാവുന്ന ആളുകൾ കമൻറ്റ് കളറിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ആ ഒരു കളറിലുള്ള ടൈലുകളാണ്, കജാരിയുടെയാണ് പൂർണ്ണമായിട്ടും ടൈലുകൾ. ഒപ്പം തന്നെ ഗ്ലാസ് ഫിനിഷിങ്ങോട് കൂടിയ ഒരു ഗോൾഡൻ ഡിസൈന് വരുന്ന ഒരു അപ്പോക്സി വർക്കും ആ ഒരു ടൈലിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് നീറ്റായിട്ട് തന്നെയാണ് ആ ഒരു ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്, ടൈലിൻ്റെയും മറ്റുമൊക്കെ. ഇനി ഇവിടെ ഈ ഒരു ഡോറിൻ്റെ പിൻഭാഗത്തായിട്ട്, മെയിൻ ഡോറിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഇവരിവിടെ DB ഒരുക്കിയിരിക്കുന്നത്. ലെഗ്രാൻഡിൻ്റെയാണ് DB. 3 ഫേസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് വയറിംഗ് അല്ല, 3 ഫേസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വയറിൻ്റെ കാര്യം പറഞ്ഞാൽ V-ഗാർഡിൻ്റെ ഗോൾഡ് വയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ബ്രേക്കേഴ്സ് എല്ലാം ലെഗ്രാൻഡിൻ്റെയാണ് ഈ ഒരു ELCB ബ്രേക്കേഴ്സ് എല്ലാം ഇവർ കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ഫേസ് കണക്ഷൻ എന്നുള്ളൊരു കാര്യം ഇപ്പോഴത്തെ കാലത്ത് വളരെ അനിവാര്യമായ കാര്യം തന്നെയാണ്, വേണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. ഇനി നമുക്ക് നോക്കേണ്ടത് സീലിംഗ് വർക്കിലേക്കാണ്. ഓക്കെ, വളരെ മനോഹരമായി തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയയിലെ സീലിങ്ങിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ജിപ്സം സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് വളരെ മിനിമലായിട്ട് തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു കാരണവശാലും അരോചകപ്പെടുത്താത്ത തരത്തിലുള്ള നല്ലൊരു ഡിസൈനെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് മാറുന്നത്, ഡൈനിങ് ഏരിയയിലേക്ക് മാറുന്നത്. അപ്പം ഡൈനിങ് ഏരിയയിലേക്ക് മാറുന്ന ഈ ഒരു പാർട്ടീഷൻ നോക്കി നല്ലൊരു CNC കട്ടിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഭാഗത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ LED ലൈറ്റുകളെയും ഇവരിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിരുന്നു. തീർച്ചയായിട്ടും ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഭാഗമാണ്. നല്ല സ്പേസ് നമുക്കിവിടെ കാഴ്ചയിൽ തന്നെ കാണാൻ സാധിക്കും. ഏകദേശം 6ഓളം പേർക്ക് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പാകത്തിനുള്ള ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്ഥല സൗകര്യം ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലയുടെ സ്ഥാനം. ഇതാണ് സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാല വരുന്നത്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ കണ്ട പാർട്ടീഷൻ്റെ ഈ മറുഭാഗം അല്ലെങ്കിൽ ഈ ഒരു പിൻഭാഗം നമ്മൾ നോക്കിയാൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ സ്റ്റോറേജ് ഫോട്ടോ ഫ്രെയിംസോ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടങ്ങളിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്തെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള സ്ഥല സൗകര്യമുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവരൊരു വുഡിൻ്റെ ഡിസൈനുള്ള ടൈൽ വർക്കൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ട് 2-way LED ലൈറ്റും ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെയും കുറച്ച് LED വർക്കുകൾ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു ഭാഗത്തെയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു വശത്തായിട്ട് നമ്മളുടെ സ്റ്റെയർ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയായിട്ടാണ് ആ ഒരു സ്റ്റെയറിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുക്കളയുടെ സ്ഥാനം, ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് ആ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ അടിഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലായിട്ട് ഇൻവെർട്ടറും മറ്റു കാര്യങ്ങളും ഒക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നു. അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ടാണ് നമ്മളുടെ വാഷ് ഏരിയയുടെ സ്ഥാനം. അപ്പോൾ ഈ ഒരു ടോപ്പ് സ്ലാബാണ് കേട്ടോ. ഈ ഒരു സ്ലാബ് എന്ന് പറഞ്ഞാൽ കജാരിയുടെ തന്നെ ഒരു സ്ലാബാണ് കേട്ടോ. പഴയ മൊസൈക്കിൻ്റെ ഡിസൈനൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു സ്ലാബാണ്. അപ്പം ഗ്രാനൈറ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആ സ്ലാബ് തന്നെയാണ്. ഈ ഒരു ടോപ്പ് ഈ ഒരു ബേസൺ ജാഗ്വറിൻ്റെ ബേസനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരല്പം ഗ്രീനിഷ് നിറഞ്ഞ തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും അപ്പോക്സി വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഫിനിഷ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ അപ്പോക്സി വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിലുള്ള മിറർ, അത് ടച്ച് സെൻസിൽ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിററും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് കവേർഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളും ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളും താഴത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഡ്രോ സിസ്റ്റം കൊള്ളാം അല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഒരു ഹാൻഡിൽ നോക്കി ഒരു ടവൽ ഹാങ്ങർ കണക്കെ ഉള്ള ഒരു ഹാങ്ങർ.
ആ ഹാൻഡിൽ അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താഴത്തായിട്ട് ഇവരൊരു നമ്മളുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൻ്റെ ആ ഒരു ഇത് ഷീറ്റ് വെച്ചിട്ട് നല്ലൊരു കാർപ്പറ്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നല്ല സ്പേഷ്യസ് ആയ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വാഷ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഡൈനിങ് ഏരിയയുടെ ഫ്ലോറിങ്ങും സെയിം കളർ ടൈലുകൾ തന്നെയാണ്. ലിവിങ് ഏരിയയിൽ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഇനി നേരെ സീലിങ്ങിലേക്ക് കിടക്കാം. ഡൈനിങ് ഏരിയയിലെ സീലിങ്ങിലും നേരത്തെ പണ്ട് കാലങ്ങളിൽ കാണുന്ന മാതിരിയുള്ള ജിപ്സം സീലിങ്ങിൻ്റെ ഒരുപാട് ഡിസൈൻ വർക്കുകളൊന്നും ഇപ്പോൾ നമുക്ക് കാണാനില്ല. നോക്കിയാൽ അറിയാം, വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ക്രമീകരണങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളാകുന്ന തരത്തിലുള്ള നിറങ്ങളെ കൂട്ടിയിണക്കിയിട്ട് തന്നെയാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ കൗണ്ടർ വരികയാണ്. അതിനകത്ത് ഉള്ളിലായിട്ടും LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് 3 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഓപ്പൺ കിച്ചൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. ഒരു 3-4 പേർക്ക് നിന്ന് പെരുമാറുവാൻ പറ്റുന്ന വലിപ്പമുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ്. നമുക്ക് ഫുള്ളി മോഡുലാർ കിച്ചൺ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം ഫുള്ള് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒരു ജെയുടെ ഷേപ്പ്, അങ്ങനെ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് വിളിക്കാം, ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ്. നേരത്തെ നമ്മളുടെ വാഷ് ബേസിൻ വാഷിംഗ് ഏരിയയിൽ നമ്മൾ കണ്ട വാഷ് ബേസിൻ ഇരുന്ന ആ കൗണ്ടർ ടോപ്പിലെ ആ ഒരു ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ അല്ലെ സെയിം കജാരിയുടെ ആ ഒരു സ്ലാബ് ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ സെയിം ആ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവർ ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാലകൾ നമ്മൾക്ക് ഇവിടെ കാണാം. അതിന് തൊട്ട് കീഴെയായിട്ട് ഇവിടെയായിട്ടാണ് സിങ്ക്. ഈ സിങ്ക് നോക്കിയാൽ നമ്മൾ ഒരുപാട് എടുത്ത് കണ്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഒരുപാട് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ വൈറലായേക്കാനെയാണ് ഈ ഒരു സിങ്കിനെ പറ്റിയും. ഒരുപാട് മൾട്ടി പർപ്പസ് ആണല്ലേ, എന്തോരം പർപ്പസാണ് നോക്കിയേ. നമ്മുടെ സോപ്പ് വെക്കാനുള്ളത്, പിന്നെ ഇതിനകത്ത് ഷവർ, മിനറൽ വാട്ടറിൻ്റെ ഉള്ള സംഭവം, ഗ്ലാസ് കഴുകാനുള്ള സംഭവം. പക്ഷേ സംഗതി എന്തൊക്കെയാണെങ്കിലും ഈ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ പ്രഷർ പമ്പ് ഉണ്ടെങ്കിലേ നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ എന്നുള്ള കാര്യം വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ മതി, കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ ഈ സാധനം സൂപ്പറാണ്. അപ്പോൾ ഈ വീട് ആര് വാങ്ങിച്ചാലും നിങ്ങളൊരു പ്രഷർ പമ്പൂടെ മേടിക്കണം. എന്തായാലും ഈ വീട് വാങ്ങിക്കുന്നവർക്ക് അതോട് മേടിക്കുന്നത് എന്തായാലും വലിയൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാലൂടെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം, എല്ലാ ഇത് കണ്ടോ, ഞാൻ ഈ ഡോറ് തുറന്ന് ക്ലോസ് ചെയ്ത് കണ്ടോ, സോഫ്റ്റ് ക്ലോസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ ഇവിടെ സോഫ്റ്റ് ക്ലോസർ അധികം ആരും കൊടുക്കാറില്ല, പക്ഷേ ഇവിടെ സോഫ്റ്റ് ക്ലോസർ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ, ഹൈഡ്രോളിക് സ്ട്രട്ട് ഉൾപ്പെടെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ലെയറിലും സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ആവശ്യത്തിന് മിക്സറോ ഇൻഡക്ഷൻ കുക്കറോ ഒക്കെ വെക്കാൻ പാകത്തിന് സ്വിച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 വശങ്ങളിലായിട്ട് 2 കുഞ്ഞ് ജനാലകളെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ഹുഡ് ആൻഡ് ഹോബ് വരാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ സംഭവം സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഓക്കെ, ഇതൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുത്തേ. എന്ത് മനോഹരമായിട്ടാണല്ലേ. നല്ല സ്ഥല സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു കിച്ചൺ കബോർഡ് വർക്കുകൾ ഇവരുടെ. അതിനെല്ലായിടത്തും സോഫ്റ്റ് ക്ലോസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. നോക്കി, നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസിന്, കിച്ചണിലുള്ള സ്റ്റോറേജ് സ്പേസിനാണ് ചെയ്തിരിക്കുന്നത്. ഇനി കിച്ചണിലുള്ള ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിനുള്ളിൽ ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഒരു കാരണവശാലും കിച്ചണിലുള്ള സ്പേസ് കുറഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസിനെ ഇവരിവിടെ കൊടുത്തേക്കുന്നത്. മനോഹരമായിട്ട് ആ ഫ്രിഡ്ജിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ്. ഇനി കുഞ്ഞൊരു സീലിംഗ് വർക്ക് ഇവിടെ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സിമ്പിൾ വർക്കാണ് കേട്ടോ. അതിനകത്ത് ഒരു 4 LED ലൈറ്റുകളെ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക വർക്ക് ഏരിയ സ്പേസിലേക്ക് നമുക്ക് വരാം. ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മുടെ വർക്ക് ഏരിയ സ്പേസ് വരുന്നത് കേട്ടോ. ഇവിടെയായിട്ട് കിച്ചണിൽ കണ്ട പോലെ തന്നെ ഒരു ചെറിയ ഒരു ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം അതേ സ്ലാബ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് അതേ ടൈൽ ഡിസൈനൊക്കെ തന്നെയാണ്. ഇവിടെ 2 പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ഒരു സ്ലാബ് വരുന്നുണ്ട്. അതിന് മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ വെക്കാൻ പറ്റും. ധാരാളം സ്റ്റോറേജ് സ്പേസ് അവിടെയായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ,
ഈ വീടിൻ്റെ 3D ആണ് കേട്ടോ. ഈ 3D എന്താണോ ഈ 3D അതേപോലെ തന്നെയാണ് ഈ വീട് പണിത് വന്നപ്പോഴും വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ട മനസ്സിലാവും. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ, ഈ ഒരു ഡിസൈൻ, ഇതെല്ലാം എക്സാക്ട്ലി സെയിം. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലാഡിങ് തന്നെയാണ് ഇവിടെ. കാരണം ഇവർ ഡിസൈൻ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, ബാൽക്കണി ഇങ്ങനെ ആയിരിക്കും, എല്ലാം ഇങ്ങനെ. അതാ ഈവൻ ഇത് നോക്കിയാൽ ഈ ഒരു കാർ പോർച്ചിൻ്റെ തൂണുകളുടെ ഡിസൈൻ സഹിതം സാധനവും ഇവർ പ്ലാൻ ചെയ്ത് അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീട് കാണുമ്പോൾ ഒരു ഭംഗി തോന്നിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെയായിട്ട് ചെറിയൊരു സിങ്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇവിടെ ഒരു കാര്യം ഇവിടെ കാണിക്കാൻ വിട്ടുപോയി ഞാൻ. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാം, അല്ലെങ്കിൽ ഡിഷ് വാഷർ വെക്കാൻ പറ്റുമോ? നിങ്ങൾ കമൻറ്റിൽ പറയുക അഭിപ്രായങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ അടുക്കളയിൽ നിന്ന് അടുക്കള മുറ്റത്തേക്ക് വരികയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുക്കള മുറ്റത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം നമ്മളുടെ കാർ പോർച്ച് ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടേക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു കാർ പോർച്ച് ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നും ഇവിടേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇത്രയും ഒരു സ്പേസ് മാത്രമേ നമ്മളുടെ അടുക്കള മുറ്റത്തിനായിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടും ചുറ്റുമതിലുമായിട്ട് ഇവിടെ എത്രത്തോളം ഗ്യാപ്പുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾ ഗ്രോ ബാഗോ മറ്റു കാര്യങ്ങളൊക്കെ ആശ്രയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചക്കറി തോട്ടമൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള സെറ്റപ്പിനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അത്രയ്ക്കുള്ള സ്പേസേ ഉള്ളൂ. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് പോകേണ്ടത്. മൊത്തം 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. 3 ബെഡ്റൂമുകളിനകത്ത് ഒരു ബെഡ്റൂം താഴത്തെ നിലയിലും ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമായിട്ടാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന പാസേജിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമ്മൾ കണ്ടിരുന്നു നല്ല വെറൈറ്റി ടൈൽ ഡിസൈൻ വർക്കുകളൊക്കെ. അതിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ബെഡ്റൂം കാഴ്ചയിൽ വലിപ്പമുണ്ട്. നമുക്ക് ഈ റൂമിൻ്റെ നീളവും വീതിയും ഒക്കെ ഒന്ന് നോക്കാം. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10.36 വീതി വരുന്നത്. അടിയാണ് കേട്ടോ. 13.49 അടിയാണ് നീളം വരുന്നത്. 139.82 സ്ക്വയർ ഫീറ്റ്. 139.82 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 12.99 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിനകത്ത് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ റൂമിൽ വാർഡ്രോബ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ വാർഡ്രോബ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരിക. ഇവിടെ നോക്കിയാൽ 2 ഒറ്റപ്പാളികളുടെ ജനാല കാണാം. ഇത് ബെഡിൻ്റെ ഹെഡ് സ്പേസ് വരുന്ന ഭാഗമാണ്. ബെഡ് സ്വിച്ചുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് വലിയ ഫാമിലി കൂട്ട് കട്ടിലിടാൻ പറ്റും. ഇവിടെ നിന്ന് സീലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭിത്തിയിൽ ഒരു വേറൊരു കളറിനെയാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് ചെല്ലുമ്പോൾ വൈറ്റും ആ ഒരു ഭിത്തിയിൽ കണ്ട ഒരു കളറിൻ്റെ കൂടെ ഒരു മിക്സ് കോമ്പിനേഷനിലാണ് സീലിംഗ് വർക്ക്. പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്കാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു സീലിംഗ് വർക്കിനെ ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഈ ഒരു ഫ്ലോറിങ്ങിലും ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. സെയിം അപ്പോക്സി വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഈ ഒരു വീടിനുള്ളിൽ കിട്ടത്തക്ക തരത്തിൽ തന്നെയാണ് ഇവരിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കി ഇത് വർണ്ണ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ FRP ഡോസാണ് ഇവരുടെ ഫൈബർ ഡോസാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സ്വിച്ചിൻ്റെ മറ്റും കാര്യം എല്ലായിടത്തും ലെഗ്രാൻഡിൽ തന്നെ സ്വിച്ചുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. താഴത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ. സെറയുടെ ഫ്ലോർ മൗണ്ടഡായുള്ള ക്ലോസറ്റ് സെറ്റിനെ തന്നെയാണ് ഇവരിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് നേരെ മുകൾ വശത്തായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ നമുക്ക് കാണാം. എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് നമുക്ക് കാണാം. തൊട്ട് ചേർന്ന് ഗീസൺ അല്ലെങ്കിൽ ഹീറ്ററിനുള്ള പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. സെൻട്രലായിട്ടാണ് നമ്മുടെ ബാത്ത് ഏരിയ വരിക. അത്യാവശ്യം വലുപ്പമുള്ള റെയിൻ ഷവറാണ്. കെറോവിറ്റിൻ്റെയാണ് ഈ ഒരു ഫിറ്റിങ്സും മറ്റുമൊക്കെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങേ അറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് വാഷ് ബേസൺ കൊടുത്തിട്ടുണ്ട്. ഇത് ജാഗോറിൻ്റെയാണ് ഈ ഒരു ബേസൺ. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു ടൈലല്ലേ, ആ ഒരു സ്ലാബ് ടൈല്, അതേ ടൈല് തന്നെയാണ് ഇവിടെ ഈ ഒരു ടോപ്പിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളും മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് മിററും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു ടൈലുകൾ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് കേട്ടോ. ഫുള്ളും ബാത്റൂമിനകത്ത് അത്തരത്തിലുള്ള ടൈലുകളാണ് ഇവർ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ
താഴത്തെ ബെഡ്റൂം നമ്മൾ പൂർണ്ണമായും കണ്ടു. ഇനി വേറൊരു കാര്യം, ഇവിടെ ബെഡ്റൂമിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ബെഡ്റൂമിൻ്റെ ഡോറ്. ഇത് റെഡിമെയ്ഡ് സ്കിൻ ഡോസ് ആണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ നിലയിലേക്കാണ് കയറേണ്ടത് കേട്ടോ. അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് കയറാനായിട്ട് നമ്മൾ സ്റ്റെയർ ഇവിടെയായിട്ടാണ് നേരത്തെ നമ്മൾ കണ്ടതാണ്. സ്റ്റെയറിൻ്റെ കാര്യം പറഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഒരു സ്ലാബ് ടൈലുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ലെപ്പോത്ര ഡിസൈനിലുള്ള ടൈലുകൾ തന്നെ, ഒരു മാറ്റും ഒപ്പം തന്നെ അതിനകത്തുള്ള ചെറിയ ഡിസൈൻ വർക്ക് കൂടെ വരുന്ന ടൈലുകളാണ്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെയാണ് ഈ ഒരു സ്റ്റെയറിനെ ഇവർ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ടെക്സ്ചർ വർക്കും ഗ്രേയിലുള്ള ടെക്സ്ചർ വർക്കും ഒപ്പം തന്നെ ഒരു ഗോൾഡൻ ലൈനുകളും ഒക്കെ വരുന്ന ഒരു ഡിസൈൻ വർക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പോകുന്നതാണ്. ഇത് തന്നെയാണ് നമ്മളുടെ ഓപ്പൺ കിച്ചൻ്റെ ആ ഒരു ഭാഗം പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നതും ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇനി വേറൊരു കാര്യം എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൈവരിയുടെ ഡിസൈനാണ്. സാധാരണ കൺവെൻഷനലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഡിസൈനൊക്കെ മാറി സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ മാറി സ്ക്വയർ ട്യൂബിൽ തന്നെ വുഡോട് വരുന്ന ഡിസൈനാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റഡ് വുഡാണ് കേട്ടോ. അപ്പോൾ തേക്കിൻ്റെ തന്നെ വിഭാഗത്തിൽ പെടുന്ന ഒരു മരമാണ് ഇത്, ഇമ്പോർട്ട് ചെയ്യുന്ന മരമാണ്. അതാണ് ഇവിടെ ഈ ഒരു കൈവരികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈനൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു വ്യത്യസ്തതയുണ്ട്. സാധാരണ വിൽക്കാനുള്ള വീടുകളിൽ അധികം കണ്ടുവരാത്ത തരത്തിലുള്ള ഡിസൈൻ, ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇനി ഇവിടെയായിട്ട് ഒരു 3 പാളികളുടെ ജനാല ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെയൊക്കെ പറുകോളകളും മറ്റുമൊക്കെയാണ് സ്ഥാനം പിടിക്കാറ്, പക്ഷേ ഇവിടെ അതിന് പകരമായിട്ട് ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഫുഡ് സ്റ്റെപ്പ് ലാമ്പുകൾ ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും കൊടുത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മളുടെ ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയയിൽ കൊടുത്തേക്കുന്ന സീലിംഗ് വർക്കാണ്. നോക്കി, നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. വൃത്താകൃതിയിലുള്ള ഒരു ജിപ്സം സീലിംഗ് വർക്കും അതിനകത്തുള്ള LED ലൈറ്റുമാണ്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു സ്റ്റെയർ ഏരിയയിലുള്ള ആ ഒരു സീലിംഗ് വർക്കിനെ ഇവരിവിടെ ചെയ്തേക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമായ, നല്ല സ്പേഷ്യസ് ആയ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന തരത്തിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു അപ്പർ ലിവിങ് ഏരിയ. ഇവിടെയായിട്ട് കൊടുത്തേക്കുന്ന ജനാലകൾ ഇവിടെ 3 പാളികളുടെയും അവിടെ ഒരു ഒറ്റപ്പാളിയുടെയും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെയായിട്ട് 3 പാളിയുടെ ഒരു ജനാല കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നല്ല വിശാലമായ ഒരു TV കൊണ്ടുള്ള സ്പേസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്. താഴത്ത് അത്രയും വിപുലമായിട്ട് TV യൂണിറ്റിനെ ഒന്നും ഒരുക്കിയിട്ടില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള ഒരു സ്ഥല സൗകര്യം ഇത് അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാത്രം പോരാ, സെറ്റ് ഇടാനുള്ള സ്ഥലം വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റിംഗ് സ്പേസിനുള്ള സ്ഥലം വേണ്ടേ, അതെന്തായാലും കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിനെന്തായാലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പോൾ അപ്പർ ലിവിങ് നല്ല വിശാലമായി നല്ല മതിയായ സ്പേസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ നോക്കിക്കഴിഞ്ഞാൽ താഴത്തുമായിട്ടുള്ള സമാനമായി അതേ ടൈലുകൾ തന്നെയാണ്. അപ്പോക്സി ഡിസൈനിൽ ആ ഗോൾഡൻ ഫിനിഷോ ഗ്ലാസ് ഫിനിഷോ ഒന്നും ഇവിടില്ല. അതുമാത്രം അതിൽ ഡിസൈനിൽ പാറ്റേണിൽ അവർ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് കണ്ട പോലെ പ്രൊഫൈൽ ലൈറ്റുകളുടെ സീലിംഗ് വർക്കുകളൊന്നും ഇവിടെ ഇല്ല. സ്ട്രിപ്പ് ലൈറ്റുകൾ വെച്ചുള്ള സീലിംഗ് വർക്കാണ്. മുകളിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു രണ്ടാനമ്മയുടെ പ്രാധാന്യം മാത്രമാണ് മുകളിലത്തെ ഡിസൈനും കൊടുത്തിരിക്കുന്നത്. കാരണം മൊത്തത്തിൽ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ സ്വല്പം കുറച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റെയർ കയറി വരുന്ന ആ ഒരു ഭാഗവും ആ കൊടുത്തിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റും ഒക്കെ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ നമുക്ക് അടുത്ത് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെയും 2 ബെഡ്റൂമുകളാണ് നമ്മൾക്ക് കാണാനുള്ളത്. അപ്പോൾ മുകളിലത്തെ നിലയിൽ ഇപ്പോൾ സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് 2 ഡോറുകൾ കാണാൻ പറ്റും. 2 ബെഡ്റൂമുകളിലേക്ക് പോകുന്ന ഡോറുകളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മുകളിലത്തെ DB കാണാനായിട്ട് പറ്റും. ലെഗ്രാൻഡിൻ്റെ തന്നെയാണ് ആ ഒരു DBയും ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ബെഡ്റൂമുകൾ കൂടെ കാണാം. അപ്പോൾ താഴത്തെ ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ സ്ഥാനത്ത് തന്നെയുള്ള ഒരു റൂമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ കാഴ്ചയിൽ വലിപ്പം അതേപോലെ നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നീളവും വീതിയും ഒക്കെ ഒന്ന് നോക്കിയേക്കാം. 13.52 അടി തന്നെയാണ് നീളം, സെയിം തന്നെയാണ്. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 10.34, സെയിം, ഒരു വ്യത്യാസവുമില്ല. 139.86 സ്ക്വയർ ഫീറ്റ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. താഴത്തെ ബെഡ്റൂമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബെഡ്റൂമിന് 2 വ്യത്യസ്ത നിറങ്ങളൊന്നുമില്ല. മൊത്തം ഒറ്റ നിറം ഫുൾ വൈറ്റ് അടിച്ചേക്കാണ്. മീറ്റർ സ്ക്വയറിൽ ഞാൻ പറഞ്ഞില്ലല്ലോ, 12.993 മീറ്റർ സ്ക്വയറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. ഇവിടെ 2 ഒറ്റപ്പാളികളുടെ ജനാലകളാണ്. ബെഡ് നമുക്ക് എങ്ങനെയിടാം, വലിയ ഫാമിലി കോട്ട് കട്ടിലിടാം. ബെഡ് സ്വിച്ചുകൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഒരു 3 പാളിയുടെ ജനാല കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈലുകളെല്ലാം സെയിം തന്നെയാണ്. അപ്പോക്സി മോഡലൊന്നും നേരത്തെ പറഞ്ഞ ഗോൾഡൻ ഒന്നുമില്ല, നോർമൽ അപ്പോക്സി തന്നെയാണ്. ഇനി സീലിങ്ങിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് സ്പേസിൽ തുടങ്ങുന്ന സീലിംഗ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. സ്ട്രിപ്പ് ലൈറ്റുകളിൽ പകരം ആ ഒരു നമ്മുടെ പ്രൊഫൈൽ ലൈറ്റുകളെ ഇവിടെയും സീലിങ്ങിൽ
കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഒരു ബെഡ്റൂമിലും നിങ്ങൾക്ക് വാർഡ്രോബ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പണി കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്. ഇനി കസ്റ്റമർക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്തു തരാൻ അവർ വില്ലിങ് ആണ്. ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് നമുക്ക് കയറാം. ഇതാ മെയിൻ ഡോറ് തുറക്കുമ്പോൾ, ഈ ബെഡ്റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോകാം. FRP ഡോസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബാത്റൂമും ആവശ്യത്തിന് വലുപ്പമുള്ള ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരിക. സെരയുടെ ഫ്ലോർ മൗണ്ടായുള്ള ക്ലോസറ്റ് സെറ്റാണ്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോയും എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റും തൊട്ട് ചേർന്ന് ഹീറ്ററിനുള്ള പോയിന്റും ഒക്കെ നമുക്ക് കാണാം. സെൻട്രലായിട്ട് ബാത്ത് ഏരിയയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കെറോവീറ്റിൻ്റെ തന്നെയാണ് ഈ ഒരു ഫിറ്റിങ്സ് വരുന്നത്. ഇങ്ങേറ്റതായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. താഴത്ത് നമ്മൾ കണ്ട സെയിം ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ്. സെയിം സ്റ്റോറേജ് സ്പേസ്, മിറർ, LED ലൈറ്റ് ഒന്നിനും വ്യത്യാസമില്ല. ആകെ വ്യത്യാസമുള്ളത് ഒരു ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ടൈലുകളായിരിക്കുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് പോകേണ്ടത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമും വരുന്നത്. അപ്പോൾ ഈ ഡോർ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതും നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. നമുക്ക് നീളവും വീതിയും ഒക്കെ നോക്കാം. ഏകദേശം 10.3 അടിയാണ് വീതി വരുന്നത്. നീളം വരുന്നത് 13.62, 141.02 സ്ക്വയർ ഫീറ്റ് ആണ്. 141.02 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം വരുന്നത്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 13.101 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. ഈ ഒരു ബെഡ്റൂമിൽ ഒരു ഭിത്തിയിൽ മറ്റൊരു ടെക്സ്ചർ വർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി വേറെ കാര്യം പറയട്ടെ, ഞാൻ ഈ പറയുന്ന സ്ക്വയർ ഫീറ്റ് ആയിരിക്കത്തില്ല യഥാർത്ഥ സ്ക്വയർ ഫീറ്റ്. ഇതിനേക്കാൾ കുറച്ചും കൂടെ കൂടും. കാരണം അവിടെ കുറച്ചൊരു ചെറിയൊരു എന്താ പറയുക ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൂടെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് കൂടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ടെക്സ്ചർ വർക്ക് കിട്ടുകയാണ്. ജനാലകൾ നോക്കി വീടിൻ്റെ എലിവേഷനെ ബാധിക്കുന്ന 2 ജനാലകളാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു വുഡ് ഡിസൈൻ അതേപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ജനാലകളെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ സൺലൈറ്റിനെ ഉള്ളിലേക്ക് കിട്ടത്തക്ക തരത്തിൽ തന്നെയാണ് ആ ഒരു ജനാലകൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഫ്ലോറിങ്ങിൻ്റെ ടൈലുകളിലേക്ക് നോക്കിയാൽ സെയിം തന്നെയാണ് ടൈലുകൾ. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. സെയിം ഡിസൈൻ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീലിങ്ങിനകത്ത് ആ ഒരു പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വാം കളർ ടോണിലുള്ള LED ലൈറ്റിനെയും ആ ഒരു സീലിങ്ങിനകത്ത്, ജിപ്സം സീലിങ്ങിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മളുടെ ബാത്റൂമിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടേക്ക് വന്ന് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയ്ക്കുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം. സെയിം എല്ലാ ബാത്റൂമിൻ്റെ ഡോറുകളും ഒരേ ഡിസൈൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാത്റൂമിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഒരു ഇച്ചിരി ചെറിയ ബാത്റൂമായിട്ട് ഈ ഒരു ബാത്റൂമാണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. ലാസ്റ്റ് പോർഷനായിട്ടാണ് എന്താ പറയുക സെറയുടെ ക്ലോസറ്റ് സെറ്റ്, ഫ്ലോർ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ്. അതേപോലെ തന്നെ തൊട്ട് ചേർന്ന് തന്നെ എയർ വെന്റിലേഷൻ വിൻഡോയും ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനിനുള്ള പോയിന്റും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൗകര്യത്തിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ബാത്ത് ഏരിയ കൊടുത്തിരിക്കുന്നു. ഇതിൽ മാത്രമാണ് ഒരു ചെറിയൊരു അതിർത്തിയുള്ളത്. ഇത്തിരി ഇപ്പുറത്തോടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് കിട്ടിയേനെന്ന് തോന്നി. ഇങ്ങേറ്റത്തായിട്ട് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ താഴത്തെ സ്റ്റോറേജ് സ്പേസ് ഇല്ല. ഇവിടെയായിട്ട് ഡ്രസ്സിങ് മിററും അതേപോലെ തന്നെ LED ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ് ഈ ഒരു ബാത്റൂമിനകത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാൽക്കണി സ്പേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ ബാൽക്കണിയിലേക്ക് നമുക്കിറങ്ങാം. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാൽക്കണി. അപ്പോൾ അത്യാവശ്യം ഒരുപാട് വലിയ ബാൽക്കണിയൊന്നുമല്ല, അത്യാവശ്യം ചെറിയൊരു ബാൽക്കണി ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവർ ഇൻഡോർ പ്ലാന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലെ തൂണുകൾക്ക് നമ്മൾ കണ്ട മാതിരി ആ ഒരു ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ഡിസൈനുള്ള ടൈൽ വർക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബും ആണ് ഇവിടെ കൈവരികൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ടഫ് ഗ്ലാസ്സുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു കാർ പോർച്ചിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷീറ്റിൻ്റെ വർക്ക് നമുക്ക് കാണാനായിട്ട് വരും. അപ്പോൾ ഇതാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ഒരു ബാൽക്കണി സ്പേസ് വന്നിട്ട്. ഇനി നമുക്ക് പോകേണ്ടത് നമ്മളുടെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസ്. നമ്മളുടെ ഈ ഒരു സ്റ്റെയർ വന്ന് അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അപ്പോൾ ഇത് കവർ ചെയ്തേക്കുന്ന പോളികാർബണേറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്തേക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ ഫ്ലോറിങ്ങിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷുള്ള ഗ്രേ കളറിലെ ടൈലുകളാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. വശങ്ങൾ പ്രൈവസിക്ക് വേണ്ടി നിങ്ങൾ മറയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട്
നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. അതിനുള്ള സ്വിച്ച് പോയിന്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചുറ്റും നിങ്ങൾ മറക്കേണ്ടത് ആവശ്യം തന്നെ. കാരണം തൊട്ട് ചേർന്ന് എന്തായാലും വീടുകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇവരെ തന്നെയാണ് ലാൻഡും മറ്റുമൊക്കെ. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള പടികളാണ്. ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ച് തന്നെയാണ് ഈ ഒരു പടികളെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീതിയിൽ തന്നെയാണ് ഈ ഒരു പടികളെ ഇവരിവിടെ ചെയ്തേക്കുന്നത്. ഇത് സൺഷെയ്ഡിന് മുകളിലൂടെയൊക്കെ ആയിട്ടാണ്, എങ്കിലും വളരെ മനോഹരമായി തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു വർക്കുകൾ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നു. സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ ടെറസിൻ്റെ മുകളിലെത്തുകയാണ്. ടെറസിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ ഈ രണ്ട് വശങ്ങളിലേക്ക്, കിഴക്ക് ദിശയിലേക്കും വടക്ക് ദിശയിലേക്കും രണ്ട് കൂരകൾ വരുന്നത് നമ്മൾ കണ്ടാണ്. ഗ്ലാസിൻ്റെ വർക്കുകൾ വരുന്നത് കണ്ടാൽ അത് രണ്ടെണ്ണം രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാറ്റുകളും വീടുകളുമൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിലായിട്ട് അവിടെ അങ്ങിങ്ങായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം വീടുകളൊക്കെ ഉള്ളൊരു പ്രദേശം തന്നെയാണിത്. പിന്നെ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ടാങ്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ടാങ്കുകൾ വെക്കാം. ഒന്ന് മുകളിൽ ഇരിക്കുന്ന ഈ ഒരു ടാങ്ക്, താഴത്ത് ഒരു ടാങ്കും കൂടെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് KWയുടെ വാട്ടറിൻ്റെ ആണ്. താഴത്തെ കിണർ വെള്ളത്തിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ നിങ്ങളൊരു പാർട്ടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അതല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ 2 അടിക്കുന്ന ചേട്ടന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 അടിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തെ കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞതും കേട്ടതും അറിയാനായിട്ട് സാധിച്ചതും. അപ്പോൾ അതെല്ലാം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ വേണമെങ്കിൽ അവർ നിങ്ങൾക്ക് ചെയ്തു തരും. തീർച്ചയായിട്ടും വരുമ്പോൾ ഓണറോട് അത് നിങ്ങൾ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം വീട് പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു വീടിൻ്റെ വില എന്താണ്, എത്രയാണ് എന്നുള്ള കാര്യമാണ്. വിലയൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ വീടിനെ പറ്റി ഓടിച്ചൊന്ന് നോക്കാം. 4.5 സെൻറ്റിനകത്തായിട്ട് 1900 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഈ വീടിരിക്കുന്ന ലൊക്കേഷൻ തന്നെയാണ്. തൃപ്പൂണിത്തുറയിലും ടൗണിന് തൊട്ടടുത്ത് തന്നെ 1.5 കിലോമീറ്റർ മാത്രമേ ടൗണിലേക്കുള്ള ദൂരമുള്ളൂ. ഏകദേശം 800 മീറ്ററോളം മാറിക്കഴിഞ്ഞാൽ തന്നെ ഹൈവേയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈസി ആക്സസ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ ഒരു തൃപ്പൂണിത്തുറ ഭാഗം, എറണാകുളം ജില്ലയിൽ ആ ലൊക്കേഷനിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം. 2 വാഹനങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ കാര്യം. പ്രൈസിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിഗണിച്ചേക്കുക. അതേപോലെ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങളും കമൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതൊക്കെ നിങ്ങളൊന്ന് പരിഗണിച്ചേക്കാം. അതൊക്കെ ചെയ്യും എന്നറിയാം, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 1,15,00,000 രൂപയാണ് ഈ വീടിന് അവർ ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 25-30 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും, ലോണിൻ്റെ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പർ എടുക്കുക, അതിലേക്ക് വിളിക്കുക, നേരിട്ടൊന്ന് സ്ഥലം കാണുക, വീട് കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, എന്നിട്ട് മാത്രം നല്ല ഡീലിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ബാർഗെയിൻ ചെയ്ത് നല്ലൊരു ഡീലിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഇതേപോലുള്ള വ്യത്യസ്തമായ നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്താൽ നമ്മൾക്ക് ഒരുമിച്ച് നല്ല നല്ല ഡീലുകൾ ആളുകളിലേക്ക് എത്തിക്കാം. ചാനലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് 360stardeal@gmail.com എന്ന മെയിൽ ID ഉണ്ട്. അതല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. 9048266360 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു ഡീലുമായിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.